നമസ്കാരം ശ്രീജിത്ത് പണിക്കർ. നമസ്കാരം. ശ്രീജിത്ത്, ഈ കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ കഞ്ചാവ് പിടിച്ചതുമായി ബന്ധപ്പെട്ട് SFI ഡ്രഗ് കാർട്ടലാണെന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നു. പക്ഷെ SFI പറയുന്നു ഞങ്ങളുടെ കയ്യിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ KSUക്കാരന്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നുള്ളത്. വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ലക്ഷ്മി, ഈ ഒരു വിഷയത്തിൽ ഈ 2 ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മളെ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കേണ്ടതാണ്. കാരണം ഹോളി ആഘോഷത്തിൻ്റെ മറവിൽ അവിടെ കഞ്ചാവിൻ്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം ഉണ്ടാകും എന്ന് എങ്ങനെയോ ഒരു ഇൻ്റലിജൻസ് അവിടുത്തെ പ്രിൻസിപ്പലിന് കിട്ടുകയാണ്. എന്നൊരു പ്രിൻസിപ്പൽ ഇത് കൃത്യമായിട്ട് പോലീസിനെ അറിയിക്കുകയാണ്. അതായത് വളരെ ഓവർഡോസായിട്ട് ഇവരിത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും ഇങ്ങനെയുള്ള ഒരു പാർട്ടിയൊക്കെ അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നും അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഇത് അറിയിക്കുകയാണ്. അതിൻ്റെ അർത്ഥം തന്നെ എത്രത്തോളം വ്യാപകമാണ് ആ ഒരു ക്യാമ്പസിൽ, ആ ഒരു ഹോസ്റ്റലിൽ ഈ കഞ്ചാവിൻ്റെയും മറ്റ് ലഹരി മരുന്നുകളുടെയും ഉപയോഗം എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഇൻ്റലിജൻസ് കിട്ടിയതിന് ശേഷം അദ്ദേഹം പോലീസിനെ അറിയിക്കുന്നു. പോലീസ് അവിടെ റെയ്ഡ് ചെയ്യുന്നു. പോലീസ് അവിടെ റെയ്ഡ് ചെയ്തതിന് ശേഷം ഏതാണ്ട് 2 കിലോയോളമാണ് ഈ സാധനം പിടിച്ചെടുക്കുന്നത്. 2 കിലോ എന്ന് പറയുമ്പോൾ അതിൽ ഏതാണ്ട് 2-3 അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഇത്രയും പേർക്ക് മാത്രം ഉപയോഗിക്കാനല്ല ഇത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്ന് വെച്ചാൽ ഇത് അവിടെ എത്തിക്കുന്നു, പക്ഷേ അത് പിന്നീട് വിതരണം ചെയ്ത് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. ഒരുപക്ഷെ ആ ഹോസ്റ്റലിൽ തന്നെയുള്ള, ആ ക്യാമ്പസിൽ തന്നെയുള്ള മറ്റു ആൾക്കാരിലേക്ക് അത് എത്തുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. എന്ന് വെച്ചാൽ ഇത് ഒരു ആദിലിൻ്റെയോ അല്ലെങ്കിൽ ഈ പുറത്തു വന്നിരിക്കുന്ന പല പേരുകളുണ്ടല്ലോ, ഇവരുടെ മാത്രം വിഷയമല്ല. ഇവരിത് സംഭരിച്ച് ഇവരിത് കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്. അല്ലാതെ ഒരു വ്യക്തി മാത്രമാണ് ഇത് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു മുറിയിലുള്ള ആൾക്കാർ മാത്രമാണ് ഇത് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ വ്യാപകമായിട്ട് ഇത് ഒരു വലിയ പ്രശ്നമായി വരാനുള്ള സാധ്യതയുണ്ട് എന്ന ഇൻ്റലിജൻസ് അവിടെ കോളേജിൻ്റെ പ്രിൻസിപ്പലിന് ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അവിടെയുള്ള കുറേയധികം ആൾക്കാർ, ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത കുറേയധികം ആൾക്കാർ ഇത് വളരെ കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പക്ഷേ ഈ സമയത്ത് മാത്രമല്ല, മുമ്പും പല ഇവൻറ്റുകൾ ഉണ്ടായിരുന്ന സമയത്തും അല്ലാതെയും അവിടെ ഇതിൻ്റെ വളരെ വലിയ രീതിയിലത്തേക്കുള്ള വ്യാപനം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കും ഇന്നും ഈ വലിയ അളവിൽ അവിടെ നിന്ന് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടായതും. അങ്ങനെ ഒരു ഉപയോഗം മുമ്പുമുണ്ട് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും പ്രിൻസിപ്പൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. എന്ന് വെച്ചാൽ ഇത് ഒരു പോളിടെക്നിക്കിലെയോ അല്ലെങ്കിൽ ഒരു സർക്കാർ നിയന്ത്രിത സ്ഥാപനത്തിലെയോ മാത്രം വിഷയമാണ് എന്ന രീതിയിലത്തേക്കും ചുരുക്കാൻ കഴിയില്ല. ഇവിടെ സംഭവിക്കാമെങ്കിൽ കേരളത്തിൽ എവിടെയും സംഭവിക്കാം. ഇവിടെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ കേരളത്തിൽ മറ്റു പല സ്ഥലങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ലാക്ക് ഓഫ് ഇൻ്റലിജൻസ് കൊണ്ട് അതാവില്ല. അതല്ല എങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഭയം ഒരുപക്ഷെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുമായിരിക്കും. എന്ന് വെച്ചാൽ ഇത് ഇന്നത്തെ ഒരു യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെയും ആക്ഷേപിച്ചല്ല പറയുന്നത്, പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, നമ്മുടെ കലാലയങ്ങളിൽ, ഇതിൻ്റെ ഹോസ്റ്റലുകളിലൊക്കെ തന്നെ ഇത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രമാണ് ഈ വിഷയം കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആര് കൊണ്ടുവന്നു, ആരുപയോഗിച്ചു എന്ന് പറയുന്നതൊക്കെ സെക്കൻഡറിയാണ്. ഇതിവിടെ ഉണ്ട് എന്നും ഇതിവിടെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതുമാണ് പ്രധാനം. ഇനി ഇത് കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാർ, നമ്മളിത് മനസ്സിലാക്കുന്നത് ഒരേ മുറിയിൽ താമസിക്കുന്ന KSUക്കാരനും SFIക്കാരനും ഒക്കെ ഇത് ഉപയോഗിക്കുകയും ഇതിൻ്റെയൊക്കെ ആൾക്കാരായി മാറിയിട്ടുണ്ട് എന്നുമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനോ മറ്റോ ആണ് പറഞ്ഞിരുന്നത് ഇതിൽ KSUവിൻ്റെ ആൾക്കാരില്ല, ഒരേ മുറിയിലല്ല ഇവർ താമസിച്ചിരുന്നത് എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരമനുസരിച്ച് ഈ KSUക്കാരനും ഈ SFIക്കാരനും എല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ് താമസിച്ചിരുന്നത് എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ പരിമിതമായിട്ടുള്ള അല്ലെങ്കിൽ അനുവദനീയമായിട്ടുള്ള അല്ലെങ്കിൽ ജാമ്യം കിട്ടാവുന്ന അളവിലേക്കൊക്കെയുള്ള മാത്രം കയ്യിൽ പ്രൊസസ് ചെയ്തിരുന്ന ആൾക്കാർക്കൊക്കെ സ്റ്റേഷൻ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അതല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. ഞാൻ പറയുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് ഈ 2 കിലോ ഒന്നും അല്ല, ഇതിനേക്കാൾ വളരെ കൂടുതലായിട്ടുള്ള അളവിൽ അവിടെ മുമ്പും വന്നിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകും, ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് മാത്രം ഇതിനെ പരിമിതപ്പെടുത്തുമ്പോൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം ഉന്നയിക്കപ്പെടുന്ന വ്യക്തികളെ സംരക്ഷിക്കാനുള്ള ഒരു അഡീഷണൽ ബാധ്യത അതാത് പ്രസ്ഥാനങ്ങൾക്കും അവരുടെ വലിയേട്ടൻ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ വന്നിരിക്കുന്നത്, ഇപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ആൾക്കാരുടെ ഉദ്ദേശം, ഈ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം ലഹരിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണോ അതോ SFIയെ ഇല്ലാതാക്കുക എന്നുള്ളതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? ലഹരി എന്നുള്ള ഒരു വലിയ വിപത്ത് അവിടെ നിൽക്കുമ്പോൾ അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായം SFIക്ക് നേരെ മാറി SFI ഇല്ലാതെയാവണം എന്നാണോ ആൾക്കാരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് സംഘടനയെ ഡിഫെൻഡ് ചെയ്യുന്നതിനും ഈ ലാർജർ വിഷയം എന്ന് പറയുന്നത് SFIയുടെ എക്സിസ്റ്റൻസ് ആണ് എന്ന് പറയുന്നതിന് വേണ്ടി ഒരു മന്ത്രി ശ്രമിക്കുകയാണ്. ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവനയാണ് അതിന് ആധാരം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ക്യാമ്പസുകളിലേക്ക് ലഹരി കൊണ്ടുവരുന്ന SFI എന്ന സംഘടനയെ നിരോധിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കൊണ്ടുവരുന്നത് ആരായാലും, അത് KSU ആയിക്കോട്ടെ, ABVP ആയിക്കോട്ടെ, SFI ആയിക്കോട്ടെ, MSF ആയിക്കോട്ടെ, ആരായാലും
അങ്ങനെയുള്ള ആൾക്കാരെയും അതിനെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള സംഘടനാ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ക്യാമ്പസിലെ സംഘടനയും നിരോധിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടേതോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രസ്ഥാനത്തിൻ്റെയോ മാത്രം വിഷയമല്ല. ഡ്രഗ് എന്ന് പറയുന്ന ഒരു മെനസാണ്. ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് ഇന്ന് വളരെ കൂടുതലായിട്ട് വന്നിരിക്കുകയാണ്. അത് ക്യാമ്പസുകളിൽ മാത്രമല്ല, അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മളിത് കാണുന്നുണ്ട്. ക്യാമ്പസിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാർ തന്നെയാണല്ലോ ഈ പൊതുസമൂഹത്തിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എങ്ങനെയാണ് ഇത് എത്തിയിരിക്കുന്നത്? ഇതവിടേക്ക് എത്തുന്നതിൽ നിന്ന് ഈ സംവിധാനത്തിനെ അത് തടയാനായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ പരിമിതികളായിട്ട് നിന്നിരുന്നത്? പോലീസ് ഉണ്ട്, എക്സൈസ് ഉണ്ട്, ഈ ആൾക്കാരുടെയൊക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഇവിടേക്ക് ഇത് സപ്ലൈ ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ? അവിടെയാണ് പ്രശ്നം. അതല്ലാതെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെയോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാരുടെയോ രാഷ്ട്രീയം മാത്രമല്ല പ്രശ്നം. ഇതങ്ങനെ ഇവർക്ക് അനുസ്യൂതം നിർബാധം ഇവർക്ക് ഇതെങ്ങനെ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു? അപ്പോൾ അങ്ങനെ എത്തുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രാക്ടീസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് ആർക്കോ തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ പ്രിൻസിപ്പലിന് ഈ വിവരം ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, അതല്ലെങ്കിൽ വിദ്വേഷത്തിൻ്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ ആർക്കോ ഇത് റിപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് അത് പ്രിൻസിപ്പലിലേക്ക് എത്തുന്നത്. ഞാൻ പറയുന്നത് അവിടേക്ക് അത് എത്തുന്ന സംവിധാനം, അവിടേക്ക് ഇത് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. വലിയ വ്യാപകമായിട്ട് ഇത് കൊണ്ടുപോയിരിക്കുന്ന വണ്ടികളൊക്കെ പിടിച്ചിരിക്കുന്നു, അവരുടെ രാഷ്ട്രീയ ബന്ധം ഒക്കെ തന്നെ നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിവിടെ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് സർക്കാർ ഇവിടെ ലഹരിയൊക്കെ മോശമാണ് എന്ന് പറയുകയും മറുഭാഗത്ത് നിങ്ങളുടെ കുട്ടി പ്രസ്ഥാനങ്ങളിൽ പെട്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുന്ന നിലപാടും, ഇത് രണ്ടും എങ്ങനെ ഒന്നിച്ചു പോവുക? ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ലഹരി വിരുദ്ധത എന്നതാണ് നിങ്ങളുടെ സിംഗിൾ മോട്ടോ എങ്കിൽ ആ ലഹരിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉപഭോഗമോ അതിൻ്റെ ലഭ്യതയ്ക്കോ അതിൻ്റെ വിപണനത്തിനോ അതിൻ്റെ ഉപയോഗത്തിനോ മുൻനിർത്തി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തി ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ സംഘടനയിലുള്ള ആളാണെങ്കിൽ തള്ളിപ്പറയണം. അതിന് പകരം ഇവിടെ വന്നിട്ട് ആൾക്കാർ പറയുന്നതാണ്, എൻ്റെ കയ്യിൽ ഇത്ര അളവേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റവൻ്റെ കയ്യിലാണ് 1 കിലോയും 900 ഗ്രാമും ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നതിൽ എന്താണ് അടിസ്ഥാനം? ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വസ്തുവാണ്. മറ്റേത് സാങ്കേതികമാണ്. അതായത് ഇത്ര അളവ് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടും. അല്ല, നിങ്ങളെങ്ങ് വിട്ടയക്കുകയല്ല, നിങ്ങളെ ഓക്കെ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞു വിടുകയല്ല, മറിച്ച് നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നത് ക്രൈം തന്നെയാണ്. പക്ഷേ ആ ക്രൈമിന് നിങ്ങൾക്ക് അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് അതിൻ്റെ ഡിഗ്രി അനുസരിച്ച് നിങ്ങൾക്ക് എവിടെ നിന്ന് എപ്പോൾ ജാമ്യം ലഭിക്കാം എന്നൊക്കെയുള്ള ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളിൽ ഒരുപക്ഷെ നിങ്ങൾ സ്റ്റേഷൻ ജാമ്യത്തിൽ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ആത്യന്തികമായി ഈ കേസിൽ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. കേസിൽ നിങ്ങൾ പ്രതിയാണോ? ആണ്. അപ്പോൾ ഇതിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ. ഇനി ഇതിൽ വേറൊരു വിഭാഗമുണ്ട്, ഈ പൂർവ്വ വിദ്യാർത്ഥികൾ. ഈ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് എന്താണ് ഈ ക്യാമ്പസുകളിൽ കാര്യം? ഹോസ്റ്റലുകളിൽ എന്താണ് കാര്യം? എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അവിടേക്ക് അവർക്ക് വരുന്നതിന് തടസ്സമൊന്നുമില്ല, അതുണ്ടാകേണ്ടതുമില്ല. പക്ഷേ ഇവർക്ക് എന്തിനാണ് ഇവിടെ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു ആക്സസ്, കണ്ടിന്യൂസ് ആയിട്ട് ആക്സസ് കിട്ടുന്നത്? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഒരു പ്രത്യേക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അവർ മാത്രം വാഴുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ക്യാമ്പസുകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ഹോസ്റ്റലുകളിൽ ഇത് സ്ഥിരമാണ്. എല്ലാ ക്യാമ്പസുകളിലും ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രം, ഞാൻ ആരുടെയും പേര് പറയുകയല്ല, പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം അധീശത്വമുള്ള ഏതെങ്കിലും ക്യാമ്പസുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹോസ്റ്റലുകളിലേക്ക് അവിടെ നിന്ന് പോയിരിക്കുന്ന ഈ ചേട്ടന്മാർക്ക്, നേരത്തെ അവിടെ പഠിച്ചിട്ട് പോയിരിക്കുന്ന ആൾക്കാർക്ക്, ഇനി ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് നിർബാധം ആക്സസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ അവിടെ വരുന്നുണ്ട്, അവിടെ താമസിക്കുന്നുണ്ട്. ഇങ്ങനെ എത്രയോ വിഷയങ്ങൾ മുമ്പും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചേട്ടന്മാർ ഇവിടെ വരുന്നു, ഈ ചേട്ടന്മാർ ഈ ലഹരി ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഈ ഡ്രഗ് കാർട്ടലുകളെ സഹായിക്കുന്ന രീതിയിലത്തേക്ക് പോകുന്നുണ്ട് എന്നറിയുന്നത്. ഈ ചെയിനെ ഫുള്ള് ബസ്റ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മളിപ്പോഴും ചെയ്യുന്നത് ഏജ് ഓൾഡ് പ്രാക്ടീസസ് ആണ്. നമ്മൾ വന്നിട്ട് 2 സൂക്തങ്ങൾ ചൊല്ലുക, പിള്ളേരെ വന്ന് അസംബ്ലി പോലെ നിർത്തിയതിന് ശേഷം നമ്മൾ ബോധവൽക്കരണ പ്രതിജ്ഞ നടത്തുക, ഈ കാലമൊക്കെ കഴിഞ്ഞു. ഇനി വേണ്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആക്ഷനാണ്. ആ ആക്ഷൻ ഉണ്ടാവുകയും അത് മാതൃകാപരമായിട്ട് നിങ്ങളുടെ സംഘടനയിൽ നിന്നുള്ള ആൾക്കാർക്കെതിരെ യാതൊരു വിധത്തിലുള്ള മുഖം നോക്കാതെയുമുള്ള നടപടി സ്വീകരിക്കുകയും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ അയാളെ തിരുത്താൻ സംഘടന പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഏതോ ഒരുത്തൻ ചെയ്തിട്ടുണ്ട്, അവനേക്കാൾ കൂടുതൽ അളവ് കെ എസ് യുക്കാരൻ്റെ കയ്യിലുണ്ട്, കെ എസ് യുക്കാരും ഇതിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പറയുന്നതിന് പകരം നിങ്ങളുടെ കൂടെ ഉണ്ടോ 1 ഗ്രാമെങ്കിലും 1 ഗ്രാം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടോ എങ്കിൽ അവനെ പുറത്താക്കുക, അവനെ ഒത്താശ ചെയ്തിരിക്കുന്ന ആൾക്കാരെ പുറത്താക്കുക. എന്തിനാണ് ഈ ഇവിടെ നിന്ന് കോഴ്സ് പൂർത്തിയാക്കി പോയിരിക്കുന്ന ചേട്ടന്മാർ ഇവിടെ വരുന്നത് എന്നതിനെപ്പറ്റി അന്വേഷിക്കുക. അതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എവിടുത്തെയാണ്? ഒരു ഗവൺമെൻറ് പോളിടെക്നിക്കാണ്, സർക്കാരിൻ്റെ പോളിടെക്നിക്കാണ്. ആ സർക്കാരിൻ്റെ പോളിടെക്നിക്കിൽ പോലും കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് നമ്മുടെ സംവിധാനത്തിന് കഴിയാതെ അവസാനം SFIയെ നിരോധിക്കലാണോ നിങ്ങളുടെ ഉദ്ദേശമെന്ന് ചോദിച്ചാൽ, ഈ മര്യാദകേട്, ഈ വിദ്യാർത്ഥികളെ നശിപ്പിക്കുന്ന, ഭാവി തലമുറയെ നശിപ്പിക്കുന്ന, ഈ കൊള്ളരുതായ്മ കാണിക്കുന്ന ഏത് പ്രസ്ഥാനമാണെങ്കിലും, അത് 3 അക്ഷരമുള്ള പ്രസ്ഥാനമാണെങ്കിലും 3 അക്ഷരത്തിന് മുകളിലുള്ള പ്രസ്ഥാനമാണെങ്കിലും അതിനെ നിരോധിക്കുക തന്നെ വേണം. അക്കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഒരു പ്രവർത്തനം അവരിൽ ഉണ്ടോ
ഇവർക്ക് ഇതിൻ്റെ പിന്നിൽ പങ്കുണ്ടോ? നേരത്തെ ചോദിച്ച പോലെ SFIയുടെ നേതൃത്വത്തിലോ മറ്റേതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേരിലോ ഒരു കാർട്ടൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചുരുക്കത്തിൽ നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇമ്പാർഷ്യലായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാക്കണം. ആ അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പ് മുഹമ്മദ് റിയാസിനുണ്ടോ? ആ ഉറപ്പ് നൽകി പൊതുസമൂഹത്തിനെ വിശ്വാസത്തിലെടുക്കാൻ മുഹമ്മദ് റിയാസിന് കഴിയുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണെങ്കിലും പഴയ പ്രതിപക്ഷ നേതാവാണെങ്കിലും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ പറയും നിങ്ങളുടെ സംഘടനകളാണ് ഇതിന് പിന്നിൽ, അത് നിരോധിക്കണം എന്ന് പറയും. ഇത് ആദ്യമായിട്ടുള്ള കേസല്ലല്ലോ. മുമ്പ് ഇവിടെ ഇതേപോലെ തന്നെ ഡ്രഗ്സിൻ്റെയും മറ്റും ലഹരിയിൽ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ കേസ് നമ്മൾ കണ്ടതല്ലേ? ഒരു മനുഷ്യനോട് ചെയ്യുന്ന രീതിയിലത്തേക്കാണോ? പിന്നീട് ഒരു വിദ്യാർത്ഥി നമ്മൾ റാഗ് ചെയ്യുന്ന കണ്ടതല്ലേ? ശരീരഭാഗങ്ങളിലെല്ലാം തന്നെ വെയ്റ്റ്സ് തൂക്കിയതിന് ശേഷം ഒരാളിനെ പീഡിപ്പിക്കുകയും കോമ്പസും മറ്റും കൊണ്ട് ശരീരം വരയുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ? ഇതൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് രാഷ്ട്രീയമുണ്ട്. ഈ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ രാഷ്ട്രീയമെല്ലാം അൺഫോർച്ചുനേറ്റ്ലി ഒരു ഭാഗത്ത് മാത്രം നിൽക്കുന്നതുമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു സംഘടന ഇങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ടോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതും അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുന്നതിൻ്റെയും ഉത്തരവാദിത്തം ഈ സംഘടനകൾക്കാണ്, ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ള നേതാക്കന്മാർക്കാണ്. എന്ത് പറയുന്ന സമയത്തും ഈ CPMൻ്റെ മുതിർന്ന നേതാക്കന്മാരൊക്കെ പറയും SFI എന്ന് പറയുന്ന സംഘടന ഒരു സ്വതന്ത്ര സംഘടനയാണ്, ഞങ്ങൾക്കതുമായിട്ട് ബന്ധമില്ല. DYFI സ്വതന്ത്ര സംഘടനയാണ്, ഞങ്ങൾക്ക് ബന്ധമില്ല. CITU സ്വതന്ത്ര സംഘടനയാണ്, ഞങ്ങൾക്ക് ബന്ധമില്ല. പക്ഷേ SFI ആക്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയമായി അവരെ ഈ രീതിയിലത്തേക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് മുഹമ്മദ് റിയാസ് എന്തിനാണ് ഡിഫെൻഡ് ചെയ്യാൻ വരുന്നത്? അദ്ദേഹം ആരാ? അദ്ദേഹം സർക്കാരിലെ ഒരു മന്ത്രിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു CPMൻ്റെ മെമ്പറാണ്. SFIക്കാരനാണോ? മുമ്പ് SFIക്കാരനായിരുന്നിരിക്കും, ഇപ്പോൾ അതല്ലല്ലോ. അപ്പോൾ പിന്നെ ആ പ്രസ്ഥാനത്തിനെ ഡിഫെൻഡ് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് എങ്ങനെയാണ്? ഇതാണ് ഇരട്ടത്താപ്പ്. അതായത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ SFI ഞങ്ങളുടേതാണ് എന്ന് പറയുകയും അതല്ലാതിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യാനിരിക്കുകയും ഇനി അവരെ ആരെങ്കിലും രാഷ്ട്രീയമായി ആക്രമിക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഈ ബന്ധങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് ഇതിനെ ഇല്ലാതാക്കിയാണോ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിക്കുകയും ചെയ്യും. ഈ ഉദ്ദേശശുദ്ധിയിലാണ് പ്രശ്നം. നിങ്ങൾ ഇങ്ങനെ ആരോപണം നേരിടുന്ന ഒരു സംഘടനയെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള നിലപാടുകൾ നിങ്ങൾ പ്രസ്താവനകളായിട്ട് ഇറക്കിക്കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ പറയുന്നതിനോട് വിശ്വാസം തീരെ ഉണ്ടാവുകയില്ല. അതിവർ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നിരന്തരം ഇത്തരത്തിലുള്ള ആക്ഷേപം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള നിരവധിയായിട്ടുള്ള മറ്റ് ക്യാമ്പസുകളിലും അവിടുത്തെ ഹോസ്റ്റലുകളിലും ഇതേപോലെ തന്നെയോ ഇതിനേക്കാൾ കൂടുതലായോ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെ മുഴുവനും അങ്ങനെ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനും നടക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയുന്നതിനും സംവിധാനമാണ് പ്രവർത്തിക്കേണ്ടത്. മുഹമ്മദ് റിയാസിനും അവിടെ പോലീസൊക്കെ ഉണ്ടല്ലോ അല്ലേ? അദ്ദേഹവും ഈ സർക്കാരിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടുത്തെ പോലീസും എക്സൈസും ഒക്കെ എന്താണ് പ്രവർത്തിക്കാത്തത്? എന്തുകൊണ്ടാണ് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് നിങ്ങൾ വരുന്നത്? ഇത് ഈ ക്യാമ്പസിൽ ഉൽപ്പാദിപ്പിക്കുന്നതല്ലോ, ഇത് പുറത്തുനിന്ന് ക്യാമ്പസിലേക്ക് എത്തുന്നതല്ലേ, പുറത്തുനിന്ന് ഹോസ്റ്റലിലേക്ക് എത്തുന്നതല്ലേ. അപ്പോൾ ഇത് പുറത്തുനിന്നാണ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് കോളേജിലേക്ക് ഞങ്ങൾക്ക് കയറാൻ കഴിയില്ല എന്നുള്ള ന്യായവാദം പറ്റില്ല. പുറത്തുനിന്ന് വരുന്നതിനെ നിങ്ങൾക്ക് തടയാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ചെയ്യാതെ വെറുതെ വന്നിരുന്നിട്ട് SFI അടിക്കുന്ന എന്ന് മോങ്ങിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് മാത്രമാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.